ഈ വിൽക്കുന്ന ഗോൾഡ് ടാക്സിബിൾ ആണോ? നമ്മൾ ഈ ഗോൾഡ് എന്ന് പറയുന്നത് ഓർണമെന്റ്സ്, ജ്വല്ലറി അല്ലേ, ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് പേഴ്സണലി ആവശ്യത്തിനാണ്. അതെ. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഈ ഒരു പേഴ്സണലി ഉപയോഗിക്കുന്ന സാധനത്തിനെ ഇൻകം ടാക്സിൽ കാണുന്നത് ക്യാപിറ്റൽ അസറ്റ് ആയിട്ടാണ്. ഇൻകം ടാക്സിൽ 2 കാറ്റഗറി അസറ്റ് ഉണ്ട്, ഒന്ന് പേഴ്സണൽ അസറ്റും ഒന്ന് ക്യാപിറ്റൽ അസറ്റും. നിങ്ങളുടെ വാച്ച് മേ ബി 10 ലക്ഷത്തിൻ്റെ വാച്ചായിരിക്കും, ഓക്കെ, മേ ബി റോളക്സിൻ്റെ വാച്ചായിരിക്കാം. നാളെ വിറ്റ് കഴിഞ്ഞാൽ അതിനെക്കാട്ടും വാല്യൂ ഉണ്ടാവും. പക്ഷേ യുവർ വാച്ച് ഈസ് നോട്ട് എ ക്യാപിറ്റൽ അസറ്റ്, പക്ഷേ യുവർ ജ്വല്ലറി ഈസ് എ ക്യാപിറ്റൽ അസറ്റ്. ക്യാപിറ്റൽ അസറ്റ് എന്ന് പറഞ്ഞാൽ 12.5% ടാക്സ് ഉണ്ട് ക്യാപിറ്റൽ ഗെയിൻ്റെ മുകളിൽ. അപ്പോൾ ക്യാപിറ്റൽ ഗെയിൻ്റെ മുകളിൽ ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ പറയാം, നിങ്ങൾ വേണമെങ്കിൽ റഫായിട്ട് നോക്കിക്കോളൂ. 2 പവൻ ഗോൾഡ് ഞാൻ വിൽക്കാൻ കൊണ്ടുപോകുന്നു. 2 പവൻ ഗോൾഡ് എന്ന് പറയുമ്പോൾ ഇന്ന് വിൽക്കുന്ന സമയത്ത് എന്താ വില കിട്ടും? 14,000 rupees അല്ലെങ്കിൽ വാട്ട് എവർ ഇറ്റ് ഈസ്, ഓക്കെ. അപ്പോൾ ഈ ഗോൾഡ് വിൽക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുക? മെൽറ്റിംഗ് ചാർജ് ഞാൻ റെഡ്യൂസ് ചെയ്യണം. നിങ്ങൾ റഫായിട്ട് കളിക്കും. മെൽറ്റിംഗ് ചാർജ് എത്ര ഉണ്ടാവും? ഒരു ഡിപ്പെൻഡ്സ് അപ്പോൺ ദ നെഗോസിയേഷൻ സ്കിൽ. അഗൈൻ ഒരു 3 to 4% മെൽറ്റിംഗ് ചാർജ് ഉണ്ടാവും. അതാണ് നമ്മുടെ നെറ്റ് സെയിൽ നമുക്ക് കിട്ടുന്ന പൈസ അല്ല. ഇനി നമ്മൾ നോക്കേണ്ടത് ഈ ഗോൾഡ് നമ്മൾ എപ്പോൾ വാങ്ങിച്ചു? 2020 വാങ്ങാം, 2015 വാങ്ങാം. എന്തായിരുന്നു അന്ന് കോസ്റ്റ് വിത്ത് മേക്കിംഗ് ചാർജ്? അതാണ് നമ്മുടെ ഈ പറയുന്ന കോസ്റ്റ്. ഈ നെറ്റ് സെയിൽ വാല്യൂ എന്ന് പറഞ്ഞാൽ ഈ കോസ്റ്റ് കുറച്ചാൽ കിട്ടുന്നതാണ് ക്യാപിറ്റൽ ഗെയിൻ. അതിൻ്റെ മുകളിൽ 12.5% ടാക്സ് ഉണ്ട്. FinTaxman, the mentor your business needs.